നീ അറിഞ്ഞോ ആ സുജാതയുടെ മോനില്ലേ, അവനും കേറിപ്പോയി, ദീപു. നീ മാത്രം എവിടെ കേറി പോകണ്ടിട്ട് നാട്ടിൽ തന്നെ തുക്കടാ ശമ്പളത്തിൽ ജോലിയും ചെയ്ത് ഇങ്ങനെ ജീവിച്ചു. അവൻ UK പോയത്. നീയും പോകാൻ നോക്കണേ ഇറക്കാ. പരീക്ഷ എഴുതിയിട്ട് പോകാൻ വേണ്ടിട്ട് നോക്ക്. എത്ര കാശ് ചെലവായാലും ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. എനിക്ക് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ നാട്ടിൽ നിൽക്കാൻ അവൻ ഇഷ്ടം പോലും. നാട്ടില് തുക്കടാ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിട്ടല്ല നിന്നെ ഞാൻ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കിയത്. അതിന് എനിക്കിവിടെ കുഴപ്പമില്ലാത്ത ശമ്പളം ഉണ്ടല്ലോ. കുഴപ്പമില്ലാത്ത ശമ്പളം? ഓ, ഒരു 50,000 രൂപ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്താകാൻ വേണ്ടിട്ടാ? നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ എന്തായാലും പുറത്തു പോയേ പറ്റത്തുള്ളൂ. നീ ഒന്നും ഇങ്ങോട്ടൊന്നും പറയണ്ട. എങ്ങനെയെങ്കിലും പുറത്തു പോകാനുള്ള വഴി നോക്കിക്കോ. എല്ലായിടും മക്കളും കേറിപ്പോയി. എന്റെ അതായത് നിനക്ക് ആ രാധയുടെ മോനുമായിട്ടില്ലേ കൂട്ട്? അവനിങ്ങനെ നാട്ടിലെ പണി എടുത്തിട്ട് നാട്ടിൽ കൂടെ നടക്കുക. അത് കണ്ടിട്ട് അവന്റെ കൂട്ട് കൂടി നിനക്ക് നാട്ടിൽ നിന്നാ മതി. നീ ആദ്യം ആ രാധയുടെ മോന്റെ കൂട്ടങ്ങ് വിട്. അന്നേപ്പിന്നെ നീ രക്ഷപ്പെടും. ഇരിക്കാനൊന്നും നേരമില്ലപ്പ. എന്റെ മോൻ വരും ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി വീട്ടിലേക്ക് വരും. അപ്പൊ പിന്നെ എന്നവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ അതും മതി ചെക്കന്. അല്ല, മോൻ വിളിക്കാറൊന്നുമില്ലേ? ഇപ്പൊ ഒരുപാട് നാളായില്ലേ അവൻ നാട്ടിലേക്ക് വന്നിട്ട്? എത്ര നാളായി? ആ പിള്ളേരെ കൂടി ഒന്നും കണ്ടിട്ടില്ല. 2 പിള്ളേരായില്ലേ? ഇല്ല രാധേ, അങ്ങനെ വിളിക്കാറൊന്നുമില്ല. ആഴ്ചയിൽ ഒന്നെങ്ങാനും അവൻ വല്ലപ്പോഴും ഒന്ന് വിളിച്ചെങ്കിലായി. വിളിച്ചാലും 1 മിനിറ്റ് കഷ്ടിയെ സംസാരിക്കുള്ളൂ. ഇപ്പൊ നാട്ടിലോട്ട് വന്നിട്ട് 6 വർഷമായി. 6 വർഷമായി ഞാൻ എന്റെ മോനെ ഒന്ന് കണ്ടിട്ട്. പിന്നെ അവൻ കല്യാണം കഴിഞ്ഞ് ഭാര്യേനെ കൊണ്ട് പോയ പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. 2 പിള്ളേരുമായി. പിള്ളേർക്കാണെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥയോട്ട് പിടിക്കുകയില്ല. അവർക്ക് ഇവിടെ നിൽക്കാനൊട്ട് താല്പര്യവും ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഇങ്ങോട്ടുള്ള വരവൊക്കെ കണക്കായിരിക്കും. പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടേ. അതുകൊണ്ട് അവിടെ ഇപ്പൊ വീടൊക്കെ എടുത്ത് അവിടെ തന്നെ താമസമാണ്. ഞാൻ മരിക്കുമ്പോ എങ്കിലും അവനൊന്ന് വന്നാ മതിയായിരുന്നു. അല്ല, നീ നമ്മുടെ പിന്നെ ലതയുടെ മോന്റെ കല്യാണത്തിന് വന്നില്ലല്ലോ. അതുപോലെ ഉഷയുടെ മോളുടെ കല്യാണത്തിനും പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ? അത് സുഖമില്ലല്ലോ. ചെക്കപ്പിനും ആശുപത്രിയിലും പോകാറില്ലേ? എവിടെയും കാണാറില്ലല്ലോ ഇപ്പൊ പുറത്തേക്കൊന്നും. നിന്നെ പോകേണ്ടിടത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിന്റെ മകനുണ്ടല്ലോ നിന്റെ കൂടെ. ഇതിപ്പോ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കൈയും കാലും പിടിക്കണം. ആരും ഇല്ലല്ലോ എനിക്ക്. പിന്നെ ഓട്ടോയൊക്കെ വിളിച്ച് പോകും. എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂടെ വേണമെന്നേ. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിനക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ എന്റെ മോനോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ? എന്നെ പോലെ തന്നെയാവും നിന്നെയും കാണുന്നത്. നിന്റെ മകനുമായിട്ട് അത്രയും കൂട്ടല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ നിന്നെ പേര് വിളിക്കുമ്പോ അതിന്റെ കൂടെ അമ്മയെന്ന് കൂടെ കൂട്ടിയിട്ടല്ലേ അവൻ വിളിക്കുന്നത്. നീ വിളിച്ചാൽ അവന് സന്തോഷമേ ആവുള്ളൂ. എവിടെ പോണെങ്കിലും ആരും ഇല്ലെന്ന് ഓർത്ത് നീ വിഷമിക്കണ്ട. എന്റെ മോനെ വിളിച്ചാൽ മതി, അവൻ ഓടി വരും കേട്ടോ. പുറത്തു പോകാൻ ഇഷ്ടമില്ലാത്ത ചെറുക്കനെ ഉന്തി തള്ളിയാ ഞാൻ വിട്ടത്. ഇപ്പൊ എന്റെ മകനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ കൊതിക്കുക. എത്ര കാരണവന്മാരാ ഇങ്ങനെ ചെയ്യുന്നത്? മക്കളെ നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കാതെ പുറത്തേക്ക് വിടും. പിന്നെ അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടിട്ട് കൊതിക്കും. അവിടുത്തെ സാഹചര്യവുമായിട്ട് അവിടെ ജനിച്ചു വീണ പിള്ളേരൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുകയില്ല ഒരിക്കലും. കൂലിപ്പണിക്കാരനാണെങ്കിൽ നിന്റെ മകൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നിനക്കൊരു കല്യാണത്തിന് പോണെങ്കിൽ വണ്ടി കയറ്റി കൊണ്ടുപോകും. ഒന്ന് ആശുപത്രിയിൽ പോണെങ്കിൽ, എനിക്കൊന്ന് അമ്പലത്തിൽ പോണെങ്കിലും ഓട്ടോ പിടിച്ച് പോണം. ഇല്ലെങ്കിൽ ആരുടെയും വണ്ടിക്ക് കൈ കാണിക്കണം. മകൻ കാശൊക്കെ അയച്ചു തരും കേട്ടോ. പക്ഷെ പണത്തെ കഴിഞ്ഞ് വലുതാ ബന്ധങ്ങളെന്ന് ഞാനിപ്പോ മനസ്സിലാക്കി. നീ പറഞ്ഞത് ശരിയാ. മിക്ക അമ്മമാരാ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. എല്ലാവരുടെ മക്കൾ കയറിപ്പോയി വലിയ വീട് വെച്ചു സമ്പാദിക്കുന്നു, എന്റെ മോനും കയറിപ്പോണം അല്ലെങ്കിൽ എന്റെ മോളും കയറിപ്പോണം. പക്ഷെ ഈ അവസാന കാലത്ത് ഈ മക്കൾ കൂടെ ഉണ്ടാകിയല്ല, ലാസ്റ്റ് അവർക്കൊരു മക്കളും ഉണ്ടായി അവരവിടെയാകും, നമ്മൾ ഇവിടെ ആകും എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ആരും ചിന്തിക്കുന്നില്ല അത്. ആകെ ഒരു ജീവിതമേ ഉള്ളൂ. സ്വന്തം മക്കളെ കണ്ണു നിറയെ കണ്ട് ജീവിച്ചില്ലേ പിന്നെ ജീവിച്ചിട്ട് എന്തിനാ? ആ ജീവിതം കുറച്ചേ ഉള്ളെന്ന് ആരും ചിന്തിക്കുന്നില്ല.